അങ്ങനെ ഹെയ്യുങ്ങും ജോജോയുടെ ലവ് അലാറം അടുപ്പിച്ചിട്ട് ഇവരുടെയും കൂടെ പുറത്ത് ഹോട്ടലിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവനും ഇവൾക്ക് എന്തൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവളുടെ പേരിന്റെ അർത്ഥം ചോദിക്കുമ്പോഴാണ് അവളത് പേപ്പറിനകത്ത് എഴുതി വയ്ക്കും. അതിനുശേഷം ഇവർ പോകുന്ന മുമ്പേ തന്നെ ഇവൾ എഴുതിയ പേപ്പർ അവൻ സുരക്ഷയായിട്ട് വയ്ക്കുമ്പോൾ അത് കണ്ട് അവളും ചിരിച്ചിട്ട് ഇതെന്തിനാ കൈ എടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളുടെ പേരുള്ളതുകൊണ്ട് അവനത് കൈ വെച്ചോളാന്ന് പറഞ്ഞ് ഇവരുണ്ടെയും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ അവന് ജോജോയെ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് അതേസമയം ഇവൾക്ക് വേണ്ടി കുറെ സമയമായിട്ട് സുൻഹോ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അതിനുശേഷം ഇവർ ഒരുമിച്ച് കണ്ട ഉടനെ അവന് ജോജോയെ വിളിച്ചിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കും. അപ്പോഴാണ് അവനും ഫോണിൽ ലവ് അലാറം ആപ്പ് ഓൺ ചെയ്തിട്ട് ഇപ്പോഴും അവളുടെ ഫോണിൽ ലവ് അലാറം അടിക്കുന്നുണ്ട്, അവൻ അത് അടിക്കാതിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചെന്ന് പറയും. അതും പറഞ്ഞിട്ട് അവൻ അവളെ നോക്കുമ്പോഴാണ് അവളുടെ ഫേസ് കണ്ടിട്ട് ഇവനും ചോദിക്കും സത്യത്തി ഇവൾക്ക് ഇപ്പോഴും ഇവനോട് സ്നേഹം ഉണ്ടോന്ന്, കാരണം അവനെ കൊണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഈ ചോദ്യം കേട്ട് അവളും ഇവന് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ ഇവനോട് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയുള്ള കാരണം തന്നെ അവള് തന്നെയാന്ന് പറയും. അങ്ങനെ അവള് ബ്രേക്കപ്പ് ചെയ്യാണ്, പിന്നെ എങ്ങനെ അവനോട് ഇഷ്ടം വരുമെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോൾ ഇത് കേട്ട് സുൻഹോയും കുറച്ച് അപ്സെറ്റ് ആയിട്ട് എങ്കിൽ പിന്നെ ഇവൾക്ക് ഹേയിങ്ങിന് ഇഷ്ടമാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഹേയിങ് നല്ല പയ്യന, അതുകൊണ്ട് അവളുടെ ബെസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് പറയുമ്പോൾ അവൻ ഇത് കേട്ട് ഷോക്കായിട്ട് എങ്കിൽ പിന്നെ ഞാൻ നല്ല പയ്യനല്ലെന്ന് പറഞ്ഞ് ഇവനെ കുറിച്ച് ഒന്നും കൂടെ ആലോചിച്ചോളം ചോദിക്കും. അപ്പോഴാണ് അവളും ഇതിന് മെച്ചൂർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തെന്ന് പറഞ്ഞ് ഇവനോട് ഇപ്പൊ സോറി പറയും. അപ്പോഴാണ് അവസാനം സുൻഹോയും എങ്കിൽ പിന്നെ ഹെയ്യുങ്ങിന്റെ ലവ് അലാറം ഇവൾ അടുപ്പിക്കുവാണ്, ഇവള് പറയുന്നൊക്കെ വിശ്വസിക്കാന്ന് പറയുമ്പോൾ അവളൊന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ അതിനുശേഷം ഇവള് ലവ് അലാറം ആപ്പ് എടുത്ത് വെച്ചായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവളെടുത്ത തീരുമാനം കാരണം ഇവളുടെ ലവ് അലാറം ഇപ്പൊ ആരുടെ ഫോണിൽ അടിക്കത്തില്ല. അങ്ങനെ അതുകൊണ്ട് ഇവൾക്ക് ഒരാൾ ഇഷ്ടമാണെങ്കിൽ അത് ആ വ്യക്തിക്ക് മനസ്സിലാകത്തില്ലെന്ന് അറിഞ്ഞ് ഇവള് കുറച്ച് അപ്സെറ്റ് ആയിരിക്കും. അങ്ങനെ ഈ പ്രൊട്ടക്ഷൻ ഇല്ലാതാക്കുന്ന ആകെ ഒരാളെ കൊണ്ടേ പറ്റത്തുള്ളൂ, അത് ഈ ആപ്പ് ഉണ്ടാക്കിയ വ്യക്തി. അതിനുശേഷം അടുത്ത ദിവസം സുൻഹയാണ് ഹെയ്യുവിനെ കണ്ടിട്ട് ഇവൻ താമസം മാറാൻ പോകുന്ന കാര്യം അവനോട് എന്താ പറയുന്നത് ചോദിക്കും. അപ്പോഴാണ് ഹെയ്യുങ്ങും അവൻ പറയാൻ വേണ്ടി ഇരുന്നയാന്ന് പറയുമ്പം സുൻഹയാണ് ദേഷ്യത്തി ജോജോയ്ക്ക് വേണ്ടിയാണോ ഇവിടെ നിന്ന് മാറിപ്പോകുന്നതെന്ന് അവൻ ചോദിക്കും. അപ്പോഴാണ് ഹെയ്യുങ്ങും അവൾക്ക് വേണ്ടിയാന്ന് ഇവൻ ഓപ്പൺ ആയിട്ട് പറയുമ്പം സുൻഹയാണ് അവൾ ഇവനെ ദ്രോഹിച്ച കാര്യം അറിഞ്ഞിട്ടും നീ അവളുടെ പുറകെ ചെല്ലുവാണെന്ന് അറിഞ്ഞ് ഇവന്റെ ഫ്രണ്ട്ഷിപ്പിന് ഒരു വിലയില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് ഹെയ്യുങ്ങും അവനെ കൊണ്ട് ഇതുവരെ ജോജോ മറക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പം അവസാനം സുൻഹയാണ് കട്ടക്കലിപ്പി നീ നല്ലവനെ പോലെ ആക്ട് ചെയ്യുന്ന ഒരു ദുഷ്ടനാടാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന സുൻഹോയുടെ ഗേൾഫ്രണ്ടാണ് ഇതെല്ലാം കേൾക്കും. അതിനുശേഷം അവളൊന്നും ഇത് കേൾക്കാത്ത പോലെ അവൻ്റെ കൂടെ ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് സുൻഹോയുടെ റൂമിൽ ചെന്ന് നോക്കുമ്പോഴാണ് അവന്റെ സ്കൂൾ മാഗസിനകത്ത് ഇവളാ ജോജോയുടെ ഫോട്ടോ ആണ്. അങ്ങനെ അതൊക്കെ അവൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സുൻഹയാണ് വന്നിട്ട് ഇവ ഹെയ്യിങ്ങിനായിട്ട് സംസാരിച്ചായിരുന്നും ഇവള് സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളാണ് അവനെ സമാനപ്പെടുത്തും. സുൻഹോ ഞാൻ നിനക്കൊരു ഫ്രണ്ടായിട്ടും ഗേൾ ഫ്രണ്ടായിട്ടും ഇരിക്കും, അതുകൊണ്ട് ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ കാണും. നിനക്ക് ലവ് അലാറം 2.0 വരാൻ ആഗ്രഹമില്ല, നമുക്ക് അമേരിക്കയിൽ പോകാം, അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ പോയാലോ എന്ന് ഇവളും ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവന് സന്തോഷത്തി ഇന്ന് പോകണ്ട, കാരണം നാളെ ലവ് അലാറം 2.0 ഇനാഗ്രേഷന് പോകില്ലെന്ന് അറിഞ്ഞ് ഇവളെ സന്തോഷിപ്പിക്കും. കാരണം അവിടേക്ക് പോകണമെന്ന ഇവളുടെ ആഗ്രഹം, അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവനും ചെയ്യത്തുള്ളെന്ന് അവളെ പറഞ്ഞ് സന്തോഷിപ്പിക്കും. ഇതേസമയം ഹെയ്യുങ്ങും സുൻഹയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവൻ ഇവിടുന്ന് പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവിടെ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ജോജോയാണ് അവിടുത്തെ പരസ്യത്തിനകത്ത് നാളെ ലവ് അലാറം 2.0 ആപ്പ് റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയും. അങ്ങനെ അതിനകത്ത് പങ്കെടുക്കാൻ ആദ്യമായിട്ട് ലവ് അലാറം ക്രിയേറ്റ് ചെയ്ത വ്യക്തി വരെന്ന് പറഞ്ഞേക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളാണ് അപ്പൊ മിക്കവാറും ഗു അവിടെ വരികയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടേക്ക് പോകാൻ തീരുമാനിക്കും. കാരണം ആ ഫംഗ്ഷന് ഇവൾ ഇൻവിറ്റേഷൻ വന്നാണ്. ഇവൾക്ക് മറ്റേ ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളതുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം സെലിബ്രിറ്റീസ് എല്ലാവരും കൂടെ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് സുൻഹു അവന്റെ ഗേൾഫ്രണ്ടും കൂടെ പോകുന്ന അവളന്ന് ജോജോയുടെ കസിനും കണ്ട് അസൂയപ്പെട്ട് ഞാൻ ഇതേപോലെ അവിടേക്ക് വരുമെന്ന് അവൾ നോക്കിക്കൊണ്ടിരിക്കും. ഇതേസമയം ഇതെല്ലാം ലൈവായിട്ട് ഹെയ്യങ്ങ് വീട്ടിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അവിടേക്ക് ജോജോ വന്ന ഉടനെ ഇത് ന്യൂസിൽ കൂടെ കാണുന്ന ഹെയ്യങ്ങാണ് കുറച്ച് ഷോക്കായിരിക്കും. കാരണം ഇന്നലെ ഇവളോട് സംസാരിച്ചപ്പോൾ അവളെ ഇൻസ്റ്റാഗ്രാം പേജിനെ കുറിച്ചൊക്കെ സംസാരിച്ചാണ്. അപ്പോഴാണ് ഇവനാണ് അക്കൗണ്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ഇന്നലെ അവളുടെ പേരിന്റെ മീനിങ് എഴുതിയതും രണ്ടും കമ്പയർ ചെയ്ത് നോക്കും. അപ്പോഴാണ് അവളുടെ സ്റ്റൈൽ ഒന്നാന്ന് മനസ്സിലാക്കുന്നത്. ഇതേസമയം ലവ് അലാറം ആപ്പ് ബാൻ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാരൊന്നും അവളെ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ കൂട്ടത്തിൽ ജോജയും പെട്ടുപോകും. അതുകൊണ്ട് അപ്പത്തന്നെ ഇത് കാണുന്ന ഹെയ്യങ് അവളെ എന്നെ ചെല്ലുമ്പോഴാണ് ഇവിടെ ലവ് അലാറം 2.0 ഇനോഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അത് ക്രിയേറ്റ് ചെയ്ത ഗു ആണ് ഇപ്പൊ ജീവനോടില്ല, അതുകൊണ്ട് അവന് പകരം വേറൊരു വ്യക്തിയായിരിക്കും ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞ് എല്ലാരും പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ അവന് ലവ് അലാറം 2.0 പ്രത്യേകത ഒരാൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാൻ ലവ് അലാറം ആപ്പ് മതി. പക്ഷെ ഈ ആപ്പും കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മൾ ഒരാളോട് ഇഷ്ടത്തിൽ വീഴുവോ ഇല്ലോ എന്ന് മുമ്പേ തന്നെ കണക്ക് കൂട്ടും. അങ്ങനെ അതും പറഞ്ഞ് ആപ്പ് ഗ്രാൻഡ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇവിടെ ജോജോയും ആ ഇനോഗ്രേഷന് വെച്ച് സുൻഹോയും അവന്റെ ഗേൾഫ്രണ്ടും കൂടെ മീറ്റ് ചെയ്യും. അപ്പോഴാണ് ഇവളിങ്ങനെ അടുത്തേക്ക് വന്നുടനെ സുൻഹോയുടെ ലവ് അലാറം അവളുടെ ഫോണിൽ റിങ് ചെയ്യും. അങ്ങനെ ഇത് കണ്ട് അവന്റെ ഗേൾഫ്രണ്ടും കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പം അവിടേക്ക് ഓടിയെത്തുന്ന ഹെയ്യും ആണ് ഇവളുടെ അലാറം ഒന്നും കൂടെ അടുപ്പിക്കും.
എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ജോജയാണ് അവൾ ആഗ്രഹിച്ച പോലെ കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അവൾക്ക് അവിടെ ഒരു ഫ്രണ്ട് കിട്ടുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ലവ് അലാറം 2.0 കൂടി സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവളുടെ കൂട്ടുകാരിക്കാണ് അവൾ ആരോടൊക്കെ പ്രണയത്തിൽ വീഴുന്ന് പറഞ്ഞ് അവളുടെ ആപ്ലിക്കേഷനകത്ത് കാണിക്കും. അതുകൊണ്ട് ജോജയെ കുറിച്ച് തിരക്കുമ്പം ഇവൾ എന്തോ പറയുന്നറിയ സൈലന്റ് ആയിട്ടിരിക്കും. കാരണം ഇവൾക്ക് പ്രൊട്ടക്ഷൻ ഇട്ടുകൊണ്ട് ഇങ്ങനത്തെ സംഭവം ഒന്നും കാണിക്കത്തില്ല. അതിനുശേഷം സാറും വന്ന ഉടനെ ആ ടോപ്പിക് അതോടങ്ങ് തീരും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് അവൾ പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ ഹെയ്യുങ്ങും അവൾക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്ന മെസ്സേജ് ഇട്ടേക്കും. അതുകൊണ്ട് അവളും ഇവൻ എവിടാന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ട് വരുമ്പം ഇവളുടെ ഫോണിലാണ് ലവ് അലാറം അടിക്കും. അതുകൊണ്ട് അവൾ സന്തോഷത്തി അവൻ ഇവിടെ അടുത്തെങ്ങാണ്ട് നിപ്പുണ്ടെന്ന് പറഞ്ഞ് അവനെ നോക്കുമ്പോഴാണ് അവൻ അവിടെ മരത്തിന്റെ അവിടെ നിൽക്കുന്ന കാണുന്നത്. അതിനുശേഷം ഇവൾ ഓടിച്ചെന്ന് അവനെ വിളിച്ചിട്ട് ഇവ രണ്ടുപേരും അവിടുത്തെ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഹെയ്യുങ് ഇപ്പൊ ഇന്റേൺഷിപ്പിന് വർക്ക് ചെയ്യുന്നത് ലവ് അലാറം കമ്പനിയില്ല. അതുകൊണ്ട് അവളും ഇന്ന് നേരത്തെ വർക്ക് കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ അവൻ ഇവളെ കാണാൻ വേണ്ടി നേരത്തെ ഇറങ്ങിയതാന്ന് പറഞ്ഞ് ഇവൾക്കൊരു സ്പൂൺ എടുത്തോണ്ട് വരാൻ അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവനും ഇവളെ മനഃപൂർവ്വം ആ ലവ് അലാറത്തിന്റെ സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ആ ഒരു സ്പോട്ടിൽ തന്നെ ഇറങ്ങിയും ചവിട്ടിയും ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് ചുറ്റിയിരിക്കുന്ന എല്ലാവരും കൂടെ ഇത് ഭയങ്കര റൊമാൻറ്റിക് ആയി പോയെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ അവൾക്കാണ് നാണക്കേടായി പോകും. അതുകൊണ്ട് അവൾ അവിടെ നിർത്താൻ പറയുമ്പോൾ ഇവനെ കുറെ പ്രാവശ്യം ലവ് അലാറം അടിപ്പിച്ചിട്ട് ഓടി ഇവളുടെ അടുത്തേക്ക് വരും. കാരണം ഡെയിലി ഒരു 10 പ്രാവശ്യമെങ്കിലും ഇവളുടെ ലവ് അലാറം അടിപ്പിക്കുമെന്ന് അവനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവന്റെ മൊബൈൽ എടുത്ത് ഇവൾ കാണിച്ചു കൊടുക്കും. അതായത് ലവ് അലാറം 2.0 ഇവനെ സ്നേഹിക്കാൻ പോകുന്ന വ്യക്തികളെയും കാണിക്കും. അതുകൊണ്ട് അതിനകത്ത് ഇവളുടെ പേരുണ്ടെന്ന് പറഞ്ഞ് അവ സന്തോഷത്തിരിക്കും. അങ്ങനെ ഇവ സന്തോഷിച്ചിരിക്കുന്നിട്ട് അവളും എങ്കിൽ പിന്നെ ഇവൾ അവന്റെ ലവ് അലാറം അടിപ്പിച്ച ഇതിനേക്കാൾ സന്തോഷത്തിലായിരിക്കലോ എന്ന് പറഞ്ഞ് അവൾ ചോദിക്കും. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന അതേ സമയം സുൻഹയാണ് പുറത്ത് ഷൂട്ടിങ്ങിനെ നിൽക്കും. അപ്പോഴാണ് അവിടുത്തെ ക്യാമറാമാനും ഇവനെ സങ്കടത്തിരിക്കാൻ പറയുമ്പം അവനുള്ള പോസൊക്കെ ചെയ്ത് നോക്കും. അപ്പോഴാണ് അയാളും ഇവന്റെ ഫസ്റ്റ് ലവിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ പറയുമ്പം ഇവനാണ് അധികമായിട്ട് ദേഷ്യത്തിൽ ഇന്നത്തെ ഷൂട്ടിംഗ് മതി എന്ന് പറഞ്ഞിട്ട് അവന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവളാണ് ഇന്ന് അവന്റെ അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവനെ ഫ്ലവർസ് വാങ്ങിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോകും. കാരണം ഇതായിരിക്കും ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് അവളും പറഞ്ഞിട്ട് പോകുമ്പം ഇവൻ അവന്റെ അമ്മയ്ക്ക് വേണ്ടി ഫ്ലവർസ് വാങ്ങിച്ചതിന് ശേഷം അവളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയും കുറച്ച് ഫ്ലവർസ് വാങ്ങിക്കും. അതിനുശേഷം അവനത് പുറകെ വെച്ചോണ്ട് ഇവളുടെ അടുത്തേക്ക് ചെന്ന് ആ ഫ്ലവർസ് കൊടുക്കുമ്പോഴാണ് അവളാണ് ഭയങ്കര സന്തോഷത്തിലാകും. അങ്ങനെ സുൻഹോ അവൻ പറ്റുന്നത്ര എഫേർട്ട് കൊടുത്ത് ഇവളോട് സ്നേഹം കാണിക്കാൻ നോക്കുക. പക്ഷെ സത്യം പറഞ്ഞ അവന്റെ മനസ്സിപ്പോഴും ജോജോയുടെ അടുത്ത. അതിനുശേഷം ഇവിടെ ജോജോയും ഹെയ്യുമായിട്ട് അവന്റെ പുതിയ വാടക വീട്ടിലേക്ക് വന്നേക്കും. അങ്ങനെ അവൻ അവിടുത്തെ ക്യാമറ ആയിട്ടൊക്കെ ഇവളെ കുറെ ഫോട്ടോസ് എടുക്കുമ്പോൾ അവളാണ് ഉള്ള പോസൊക്കെ മതിയെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ചിരിച്ച് സംസാരിച്ച് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കും. എന്നിട്ട് അവൾ ഈ ഫോട്ടോസൊക്കെ ഇപ്പൊ നോക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവനിത് പഴയ ക്യാമറ ആയതുകൊണ്ട് ഈ ഫിലിം തീർന്നിട്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവളുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് കർട്ടൻ വന്ന് ഇവളുടെ ഫേസ് മറച്ച ഉടനെ അവന് റൊമാൻറ്റിക് ആയിട്ട് തള്ളി മാറ്റി ഇവളെ കിസ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവൾ ചെറുതായി നെർവസ് ആയി ആ കർട്ടനിലേക്ക് പിടിച്ച ഉടനെ അത് മൊത്തത്തിൽ അങ്ങ് താഴേക്ക് വീഴും. അതിനുശേഷം അവനാണ് പേടിച്ചിട്ട് ഇവൾക്കൊല്ലം പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും കുഴപ്പമില്ലെന്ന് പറയും. അതിനുശേഷം അവനും ചിരിച്ചോണ്ട് എങ്കിൽ പിന്നെ വാ നിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇവളുടെ പാർട്ട് ടൈം ജോബിന് സമയം എന്ന് പറയും. അതേസമയം ഇവിടെ ജോജോയുടെ കസിനും ന്യൂസിനകത്ത് ലവ് അലാറം ക്രിയേറ്റ് ചെയ്ത വ്യക്തിയെ കണ്ട ഉടനെ ഇവളും കാണാൻ ഹാൻഡ്സമാന്ന് അറിഞ്ഞ് അവനിപ്പോ കമ്പനിയിലേക്ക് വരാൻ പോകുന്ന കാര്യം അറിഞ്ഞ് ഇവൾ അപ്പം തന്നെ അവനെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ കുറെ പേര് അവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ ഇവളാണ് ആൾക്കാരെല്ലാം തട്ടിക്കളഞ്ഞ് ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പം അവനൊരു സെക്കൻഡ് ഇവളെ കൊണ്ട് ഷോക്കായിരിക്കും. അതിനുശേഷം ബോഡി ഗാർഡൊക്കെ അവളെ പിടിച്ച് മാറ്റുമ്പോഴാണ് ഇവളെ സന്തോഷത്തി അവൻ എന്നെ കണ്ട് ഷോക്കായി നിന്ന കണ്ടില്ലെന്നറിഞ്ഞ് ഇവളുടെ സൗന്ദര്യം കണ്ട് അവൻ മൊത്തത്തിൽ വീണോ എന്നറിഞ്ഞ് സന്തോഷപ്പെടും. എന്നിട്ട് ഇവിടെ അവന് കമ്പനി ചെന്നിട്ട് കസിനെ മാത്രം സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ ബർത്ത്ഡേക്ക് ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിച്ചോണ്ടെന്ന് സുൻഹയാണ് അവന്റെ അമ്മയാണ് വഴക്കുറയും ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിച്ചോണ്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായി പോകുന്നു. അതുകൊണ്ട് ഇവൻ വാങ്ങിച്ചോണ്ടെന്നതിന് കുറച്ചെങ്കിലും നന്ദി പറയാതെ അവനോട് ദേഷ്യം തീർക്കുന്നുണ്ട്. അവനത് ഇഷ്ടപ്പെടാതെ അവന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അന്ന് രാത്രി ജോജോയും സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ കസിനാണ് നൈസിന് അടുത്തേക്ക് വന്നിട്ട് ഇവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കും. കാരണം അവൾക്ക് അക്കൗണ്ട് വാങ്ങിക്കാൻ വേണ്ടിയാ. എന്നാൽ ഇവൾക്ക് ആ ലവ് അലാറം ക്രിയേറ്റ് ചെയ്ത വ്യക്തിയെ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ജോജോയുടെ മനസ്സ് മാറ്റി അക്കൗണ്ട് ചോദിക്കാൻ നോക്കുമ്പോൾ ജോജോ അത് ആർക്കും കൊടുക്കാൻ താല്പര്യമില്ലെന്ന് പറയും. അപ്പോഴാണ് അവളുടെ കസിനും ദേഷ്യത്തി ഒരേ ഇവളെ അക്കൗണ്ട് കാരണം ഇത്ര ഫേമസ് ആയതുകൊണ്ട് ഇനിയിപ്പോ ഇവളെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം നാട്ടുകാർ അറിയുമെന്ന് പറയും. അതായത് ഇവളുടെ പാരന്റ്സ് മരിച്ച കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അതൊക്കെ വേണോ ജോജോ എന്ന് പറഞ്ഞ് ഇവളെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ ഓണറാക്കാൻ പറയുമ്പോൾ ജോജോ ദേഷ്യത്തി ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് പറഞ്ഞ് അവളെ മിണ്ടായിരിക്കാൻ പറയും. അപ്പോഴാണ് കസിനും നിന്നെ പോലെ എന്റെ അച്ഛനമ്മ മരിച്ചായിരുന്നെങ്കിൽ ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞ് ഫേമസ് ആയെന്ന് അവൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ട് അവളുടെ അമ്മയും ദേഷ്യത്തി നിനക്ക് ഞാൻ ചാവണോടി എന്ന് പറഞ്ഞ് അവളടിച്ച് പൊട്ടിക്കും. അതിനുശേഷം അവളും ദേഷ്യത്തി അവളുടെ ലൈവ് ഓണാക്കിയിട്ട് ഇവളെന്റെ ഡ്രസ്സ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഒരു 20 ഡ്രസ്സ് വാങ്ങിച്ച ആ ലവ് അലാറം ആപ്പിനെ കുറിച്ച് ഇൻസ്റ്റേറ്റ് ഫേമസ് ആയ ആ വ്യക്തി ആരെന്ന് ഇവർക്കൊക്കെ പറഞ്ഞുതരാന്ന് പറയും. അതുകൊണ്ട് കുറെ കമന്റ്സ് ആണ് എങ്കിൽ പിന്നെ അതൊക്കെ ആരാന്ന് പറഞ്ഞ് ഇവളോട് കുറെ ചോദ്യം ചോദിക്കും. ഇതേസം ഇവളിങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാതെ ജോജോയും ഹേയിങ് ഇതൊരു മെസ്സേജ് അയക്കാത്തോണ്ട് അവന് മെസ്സേജ് അയക്കാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ഇവളുടെ ഫോണിൽ ലവ് അലാറം അടിക്കും. അതുകൊണ്ട് അവളാണ് സന്തോഷത്തി അവനായിരിക്കും എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ വരുന്ന വേറൊരു വ്യക്തിയായിരിക്കും. അതിനുശേഷം അയാൾ ഒരു ജ്യൂസ് വാങ്ങിച്ചിട്ട് ഇവൾക്ക് ഒരെണ്ണം കൊടുക്കുമ്പോഴാണ് ഇവൾ എനിക്ക്
എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അയാളുടെ കൊടുക്കാൻ നോക്കും. പക്ഷെ അയാളാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവിടെ വച്ചിട്ടങ്ങ് പോകും. അതിനുശേഷം ഇവള് രാത്രി കട ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഇയാളാണ് പുറത്തേക്ക് വന്നിട്ട് ഇവളെന്തിനാ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പൊ ഒന്ന് ഫോട്ടോസ് ഇടത്താൻ ചോദിക്കും. അതുകൊണ്ട് അവളാണ് പേടിച്ചിട്ട് ഇവൾ ഇൻസ്റ്റാഗ്രാം ഇടുന്ന കാര്യം ഇവൻ എങ്ങനെ അറിയാന്ന് പറഞ്ഞ് അവളും ചിലപ്പോൾ നിങ്ങൾക്ക് ആള് മാറിപ്പോയി കാണുമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ഇവനാണ് പെട്ടെന്ന് അവളുടെ കൈ കയറി പിടിക്കും. അതോടെ അവളാണ് പേടിച്ചിട്ട് പുറയിലോട്ട് മാറി നിൽക്കുമ്പോൾ ഇവൻ വീണ്ടും വീണ്ടും അടുത്തേക്ക് വന്നോണ്ടിരിക്കും. അതുകൊണ്ട് അവൾ അവൻ്റെ അടുത്ത് രക്ഷപ്പെട്ട് ഓടി ചെല്ലുമ്പോഴാണ് അവനാണ് ഇവളുടെ പുറകെ തന്നെ കാണും. അതിനുശേഷം അവളും പേടിച്ചോണ്ട് അവൻ വരുന്നതിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ ഫോണിൽ ലവ് അലാറം അടിക്കുന്നത്. അതോടെ അവളും പേടിച്ച് അയാളായിരിക്കും എന്ന് പറഞ്ഞ് തള്ളിയിടുമ്പോൾ വന്നേക്കുന്ന ഹെയ്യും ആയിരിക്കും. എന്നിട്ട് ജോജയും ഇവളുടെ കസിൻ ആയിരിക്കും എല്ലാവരോടും പാട്ടാക്കിയെന്ന് പറഞ്ഞ് അവളെ ഫോൺ വിളിച്ചിപ്പോൾ വഴക്കുറയുമ്പോൾ അവളുടെ കസിനാണ് ഞാനെന്ന് ഇതുവരെ ആരോടും പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. കാരണം ഇവള് പറഞ്ഞ പോലെ ആരും തുണി വാങ്ങിക്കാത്തോണ്ട് ഇവൾ ആർക്കും ആ സീക്രട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവള് പറയാതെ തന്നെ ജോജ ഇൻസ്റ്റാഗ്രാമിന്റെ ഓണർന്ന് അവൻ അങ്ങനെ അറിഞ്ഞ്. അതിനുശേഷം ഇവള് മൊത്തത്തിൽ ഇവിടെ പേടിച്ചിരിക്കുമ്പോൾ ഹെയ്യങ്ങാണ് ഇവളിപ്പോ ഓക്കെ ആണെന്ന് അറിഞ്ഞ് അവളെ സമാധാനപ്പെടുത്താൻ നോക്കും. അതിനുശേഷം അവളുടെ ചെരുപ്പ് കണ്ടിട്ട് അവനും ഇപ്പൊ നല്ല തണുപ്പായിരിക്കും എന്നറിഞ്ഞ് അവന്റെ ഷൂര് ഇവൾ കൊടുക്കും. അപ്പോഴാണ് അവനും ഇനിയിപ്പോ അങ്ങോട്ടേക്ക് പോകുന്ന ഡേഞ്ചർ ആയിരിക്കും എന്നറിഞ്ഞ് അവനോർത്ത് ഇവനും പേടിക്കണ്ടെന്ന് ഇവളെ വീട്ടിലേക്ക് വിളിക്കും. അപ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്ത ഉടനെ ഇവർ രണ്ടുപേരും കൂടെ ഹേങ്ങിന്റെ വീട്ടിലേക്ക് ചെല്ലും. അതേസമയം സുൻഹോയുടെ ഗേൾഫ്രണ്ട് ആണ് നാളെ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്, നീയെ സ്കൂളിൽ ഡൊണേഷൻ ചെയ്യാൻ പോലെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ നാളെ കണ്ടുമുട്ടത്തിൽ അവള് വിഷമിച്ചിരിക്കും. അങ്ങനെ ആ മെസ്സേജ് ഒക്കെ കണ്ടിട്ട് അവൻ മൊത്തത്തിൽ ഇപ്പൊ സങ്കടത്തിരിക്കുന്നുണ്ട്. അവൻ എന്നത്തെ പോലെ ഹേയിങ്ങിനോട് സംസാരിക്കാൻ വേണ്ടി അവന്റെ റൂമിൽ ചെന്ന് നോക്കും. കാരണം ഇവനിപ്പോ ഹേയിങ്ങിനെ കുറെ മിസ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ ജോജയും ഹേയിങ്ങിന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ ഫോണിലാണ് ലവ് അലാറം അടിക്കാത്തതുണ്ട് അവൾ ആലോചിച്ച് നോക്കും. അപ്പൊ ഇതേപോലെ ഒരു ഫീൽ ആയിരിക്കും ഹേയിങ്ങിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് അവന്റെ ഫോണിൽ ലവ് അലാറം അടിപ്പിക്കാത്തത് ഇവൾക്ക് നല്ല സങ്കടമുണ്ട്. അപ്പോഴാണ് ഇവളിങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഹെയ്യുങ്ങാണ് അവന്റെ ഫോണായിട്ട് ഇവളുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവനും ഇപ്പൊ സന്തോഷമായില്ലെന്ന് പറഞ്ഞിട്ട് അവന് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇവളെ കിടക്കാൻ പറയും. അതിനുശേഷം അവനും ആ കട്ടനൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവള് പുറകെ കൂടെ വന്ന് ഇവനങ്ങ് ഹഗ് ചെയ്യും. അതോടെ അവനും മൊത്തത്തിൽ ഇവള് ഷോക്കായിരിക്കുമ്പോൾ അവളിന്റെ ഫേസിന്റെ അടുത്ത് നിന്ന് കിസ് ചെയ്തിട്ട് അവൾ നാണിച്ച് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ ഹെയ്യും മൊത്തത്തിൽ സന്തോഷത്തിലായി. കാരണം അവളിപ്പം ഇവനെ സ്നേഹിക്കാൻ തുടങ്ങി. അതിനുശേഷം അടുത്ത ദിവസം ജോജോവും ഇവളുടെ സ്നേഹം അവന് മനസ്സിലാക്കി കൊടുക്കാൻ ആ ലവ് അലാറം ഷീൽഡ് ഇല്ലാതാക്കിയേ പറ്റത്തുള്ളൂ എന്നറിഞ്ഞ് ഇവളും ഗൂവിനെ കണ്ടുപിടിക്കാൻ തീരുമാനിക്കും. കാരണം അവനെ കൊണ്ട് മാത്രമേ ഈ ഷീൽഡ് ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം ഇവിടെ രാവിലെ തന്നെ സുൻഹോയും അവന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അവളാണ് ഇവനെ കണ്ട് സന്തോഷിച്ച് ഇവനിന്നപ്പോ ഡൊണേഷന് പോയില്ലെന്ന് അറിഞ്ഞ് അവള് മെസ്സേജ് ഇട്ടേക്കും. അപ്പോഴാണ് അവനും അവിടെ പോകുന്ന മുമ്പേ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇവൾ ആദ്യം ഷൂട്ടിംഗ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറയും. അതുകൊണ്ട് ഇവൻ വന്നത് അവള് ഭയങ്കര സന്തോഷത്തില്ല. പക്ഷെ സുൻഹോയുടെ മുഖത്തിലാണ് ഇപ്പോഴും ആ പഴയ സന്തോഷമൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഇത് കണ്ടോണ്ടിരിക്കുന്ന ബാക്കി എല്ലാവരും കൂടെ സുൻഹോയ്ക്കപ്പോ സത്യത്തെ അവൾ ഇഷ്ടമല്ലെന്ന് അറിഞ്ഞ് അവരൊക്കെ സംസാരിക്കുമ്പോൾ ഇവൻ അവളെ വിഷമിക്കാതിരിക്കാൻ വേണ്ടി അവളുടെ തോളി കൈയിട്ടിട്ട് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവൻ ലവ് അലാറത്തിന്റെ ബോസിനെ ഓൺലൈനിൽ കൂടെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണ് ഇവന്റെ ഫസ്റ്റ് ലവിനെ കുറിച്ച് ചോദിക്കും. അപ്പോഴാണ് അവനും ഗൂവിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ട് അവൻ ആദ്യം ഈ ലവ് അലാറം ക്രിയേറ്റ് ചെയ്ത് തന്നെ അവന്റെ ഇഷ്ടം ആ പെങ്കോച്ചിനോട് തുറന്ന് പറയാൻ വേണ്ടിയെന്ന് അറിയാം. പക്ഷെ ആ പെങ്കോച്ച് ഇവനെ റിജക്ട് ചെയ്യുന്നറിഞ്ഞ് ഇവന് ഗൂവിന്റെ കാര്യം പറയും. അതേസമയം ഇവിടെ ജോജയും അവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ലവ് അലാറം പേജിൽ കുറെ മെസ്സേജ് ഇട്ടാണ്. പക്ഷെ അതിൽ നിന്ന് ഇവൾക്ക് ഒരു റിപ്ലൈ പോലും കിട്ടി കാണത്തില്ല. അതുകൊണ്ട് അവളും ഇനിയിപ്പോ ഗൂവിന്റെ അഡ്രസ് കണ്ടുപിടിച്ചാലേ ഉള്ളെന്ന് പറഞ്ഞ് അവൾ നേരെ അവന്റെ അഡ്രസ് ഇട്ടാൻ വേണ്ടി സ്കൂളിലേക്ക് ചെല്ലും. അങ്ങനെ ഇവള് പോകുന്ന അതേസമയം ഇവള് ഹെയ്യിങ്ങിന് ഫോൺ വിളിച്ചു നോക്കുമ്പോഴാണ് അവനാണ് വേറെ ആരോട് സംസാരിച്ചോണ്ട് ധൃതിയിൽ പുറത്തേക്ക് ഓടിച്ചെല്ലുന്ന കാണാം. അതുകൊണ്ട് ഇവളും കോള് കിട്ടാത്തോണ്ട് ഇവളൊറ്റയ്ക്ക് സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവൾക്ക് ആദ്യം തന്നെ ഹെയ്യിങ്ങിനായിരിക്കും ഓർമ്മ വരുന്നത്. അങ്ങനെ അവനോടുള്ള ഓർമ്മയിൽ ഇവൾ സ്കൂളിനകത്ത് കയറി ചെല്ലുമ്പോഴാണ് അവൾ കറക്റ്റ് ആ നഴ്സ് ഓഫീസിന്റെ അവിടെ നിൽക്കും. കാരണം അവിടെ വെച്ചാൽ ആദ്യമായിട്ട് അവന്റെ ലവ് അലാറം ഇവളുടെ ഫോണിൽ അടിച്ച്. അതുകൊണ്ട് ഇവളിപ്പോ ആ നഴ്സ് ഓഫീസിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ഇപ്പൊ അതേസമയം അവിടെ സുൻഹോ കാണും. അങ്ങനെ ഇത് കണ്ട് ഇവളാണ് ഷോക്കായി പോകും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നത്. ഇതിനുശേഷം എന്തൊക്കെ സമയത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം.